ഇടുക്കി സഞ്ചാരികൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് അനന്തമായ കാഴ്ചകളാണ്. അത്തരത്തിലൊരു കാഴ്ചയിലേക്കാണ് ഇടുക്കി ബ്യൂറോ ഇന്ന് പ്രേക്ഷകരെ എത്തിക്കുന്നത്. മൈക്രോവേവ് വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടിയിലധികം ഉയരത്തിലുള്ള ഒരു മനോഹരമായ വ്യൂ പോയിന്റ്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തുള്ള ഈ വ്യൂ പോയിന്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അങ്ങനെ മൈക്രോ വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയിലാണ്. താഴെ നമ്മൾ കണ്ട ആ ഒരു കവാടം കഴിഞ്ഞ് ഏകദേശം 1/2 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാൽ മാത്രമേ ഈ വ്യൂ പോയിന്റിലേക്ക് എത്താൻ കഴിയൂ. ഈ പോകുന്ന വഴിയിലും അതിമനോഹരമായ കാഴ്ചകളുണ്ട്. അതിനപ്പുറം കാഴ്ചകളാണ് ഈ വ്യൂ പോയിന്റിലുള്ളത്. എന്തായാലും നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ മൈക്രോ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അതിശക്തമായ കാറ്റാണ് ഇവിടെ. അതിനപ്പുറം ഒരു വശത്ത് ഇടുക്കി ഡാമിന്റെയും മറുവശത്ത് ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെയും എല്ലാം വശ്യമായ കാഴ്ചകളാണ് ഈ മൈക്രോ വ്യൂ പോയിന്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലാസ്ഥാന മേഖലയിൽ പെട്ടെന്ന് തന്നെ സഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിന്റാണ് മൈക്രോവേവ് വ്യൂ പോയിന്റ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ BSNLന്റെ നെറ്റ്വർക്ക് ശൃംഖല വരുന്നതിന് മുമ്പ് കേബിൾ ടു കേബിൾ ആയതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ മുഴുവൻ എക്സ്ചേഞ്ച് മുഖേന ഇവിടെ കേബിളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ട്രങ്ക് ബുക്കിംഗ് എല്ലാം നമുക്ക് എറണാകുളത്തു നിന്നും ഒക്കെ ഈ ടവർ മുഖേനയായിരുന്നു. അങ്ങനെയാണ് മൈക്രോവേവ് വ്യൂ പോയിൻ്റ് എന്ന് ഒരു പേര് വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് കുയിലിത്തണ്ടെന്നാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇടുക്കിയുടെ വൈദ്യുതി നിലയത്തിൻ്റെ സ്ഥാനം കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പൻ കുരുമ്പൻ്റെയൊക്കെ ഒരു വാസസ്ഥലം കൂടിയാണ് ഇവിടെ. ഇടുക്കി ജില്ലയിൽ എവിടെ മഴ പെയ്താലും നമുക്ക് ഇന്ന സ്ഥലത്ത് മഴ പെയ്യുന്നു എന്ന് കാണാൻ കഴിയും. രണ്ടാമത് ഇവിടെ നിന്നാലും വാഗമൺ കാണാം, കാൽവരി മൗണ്ട് കാണാം, മൂന്നാർ കാണാം. നമുക്ക് എറണാകുളം ഒരു രാത്രി 7 മണിയാകുമ്പം അമ്പലമുകൾ, കോഴഞ്ചേരി, അതേപോലെ നമുക്ക് എറണാകുളമൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്നാൽ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ തൊമ്മൻകുത്ത്, ആ തൊമ്മൻകുത്തിൻ്റെ ആ നദിയുടെ ഉത്ഭവം നമ്മുടെ ഇവിടെയാണ്, കീഴാർകുത്ത് എന്ന് പറയുന്നത്. ധാരാളം സന്ദർശകർ വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ ഒത്തിരി നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് പുതിയ സഞ്ചാരികൾക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങളും സേഫ്റ്റി ലൈനൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം സഞ്ചാരികളെ നമുക്ക് ജില്ലാസ്ഥാന മേഖലയിലേക്ക് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. ഇത് ജില്ലാസ്ഥാനത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ തന്നെ നല്ലൊരു പേര് വരുന്ന ഒരു നല്ല സ്ഥലമാവും. എന്റെ പിന്നിൽ കാണുന്നത് ഇടുക്കി വന്യജീവി സങ്കേതമാണ്. വൈകുന്നേര സമയമായാൽ ആ കാണുന്ന കുന്നുകളിലൊക്കെ കാട്ടാനക്കൂട്ടിനെ കാണാമെന്നുള്ളതാണ് ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത. കാഴ്ചകൾക്കപ്പുറം അപകടം നിറഞ്ഞൊരു മേഖല കൂടിയാണ് ഈ മൈക്രോ വ്യൂ പോയിന്റ്. ഒരു സൈഡിൽ വലിയ കൊക്കയാണ്, അതിനപ്പുറം ഈ മേഖല കേന്ദ്രീകരിച്ച് വന്യമൃഗ സാന്നിധ്യവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജോസഫ് മാത്യുവിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.